വെൽക്കം, റഹ്മാനാണ്. ഇമ്മ്യൂണോ സപ്രസൻസ് വീഡിയോ സീരീസിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമുക്ക് ആദ്യം ഇമ്മ്യൂണോ സപ്രസൻസ് എന്നാൽ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് മരുന്നുകളെ തരംതിരിക്കണം, ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷിയാണ്, രോഗപ്രതിരോധ ശേഷിയാണ്. നമുക്ക് രണ്ട് തരം ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചർമ്മം, സ്കിൻ, ഇന്റേണൽ ഓർഗൻസ്, അതിന്റെ ആവരണങ്ങൾ, കവറിങ്സ്, ബ്ലഡ്, അതർ സെക്രീഷൻസ് എന്നിവയൊക്കെ നമുക്കുണ്ടാകുന്ന നല്ല ആരോഗ്യം, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംരക്ഷണമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീസ് ആർ നോൺ സ്പെസിഫിക് ആണ് എന്നുള്ളതാണ്. മുറിവ് വന്നാലും ബാക്ടീരിയ വന്നാലും അതൊക്കെ റിപ്പയർ ചെയ്ത് മാറ്റുന്ന പണിയാണ്. ഇൻഫ്ലമേഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇൻഫ്ലമേഷൻ, അതിന്റെ മീഡിയേറ്റേഴ്സ്, അനാഫിലടോക്സിൻസ്, കോംപ്ലിമെന്റ് പാത്വേ ഒക്കെ വരുന്ന പാത്വേ ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിനെ തടയുന്ന മരുന്നുകൾ നമ്മൾ വിളിക്കുക NSAIDs ആണ്. അനാൾജസിക് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളാണ്. ഇത് ഇമ്മ്യൂണോ സപ്രസൻസ് അല്ല. ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ ദീസ് ആർ ഇൻഹിബിറ്റിംഗ് ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ തടയുന്ന മരുന്നുകളെ നമ്മൾ NSAIDs ഓർ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നാണ് വിളിക്കുക. ഇനി നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ കോവിഡ് വന്നല്ലോ, നമ്മൾ കണ്ടാണ്. കാരണം എന്താണ്? കോവിഡിനെതിരെ നമുക്ക് പ്രതിരോധമില്ല. അപ്പൊ രണ്ടാമത്തെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അക്വയേർഡ് ആണ്. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ അതിനെ വിളിക്കും. ശരീരത്തിന് ദോഷകരമാകുന്ന കീടാണുക്കൾക്കെതിരെ പടപൊരുതി ആർജിച്ചെടുക്കുന്നതാണ്. ആർജിച്ചെടുക്കുക, അതാണ് അക്വയേർഡ് എന്ന് വിളിക്കുക. ആർജിതമാണ്. ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ കീറി മുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിനെതിരെ വളരെ വളരെ സ്പെസിഫിക് ആയി ഉണ്ടാക്കിയെടുക്കുന്ന പ്രതിരോധമാണ് ഈ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയും. ഇങ്ങനെ പടപൊരുന്നതിന് ശരീരം രണ്ട് രീതികളാണ് അവലംബം. ഒന്ന്, ശരീരത്തിൽ പ്രധാനമായിട്ട് ശരീരം നോക്കുന്നത് ഈ കീടാണു അല്ലെങ്കിൽ നമ്മുടെ ആക്രമിക്കാൻ വന്ന ആള് എവിടെയാണ്, അതിനെ നമുക്ക് തൽക്കാലം ആന്റിജൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ആന്റിജൻ എന്ന് തന്നെയാണ് വിളിക്കുക. ഈ ആന്റിജൻ ശരീരത്തിൽ എവിടെയാണ്? ഇത് സെല്ലാണെങ്കിൽ സെല്ലിന്റെ അകത്താണോ സെല്ലിന് പുറത്താണോ ഉള്ളത്? സെല്ലുകൾക്ക് പുറത്തുള്ളതിനെ നമ്മളപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ എന്ന് വിളിക്കും. എക്സ്ട്രാ സെല്ലുലാർ ആണെങ്കിൽ ശരീരം നേരിടുന്നത്, എക്സ്ട്രാ സെല്ലുലാറിന് ശരീരം ചെയ്യുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതാണ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. ഇതിന് നമ്മൾ ഉപയോഗിക്കുക ബി സെൽസ് ആണ്. ബി ലിംഫോസൈറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ആന്റിജന് എതിരായിട്ടുള്ള ആന്റിബോഡീസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് രക്തത്തിലൂടെ പോയി ഏറ്റവും കൃത്യമായിട്ടുള്ള ആന്റിബോഡി ഉണ്ടാക്കിയെടുക്കണം. ഏറ്റവും കൃത്യം എന്ന് വെച്ചാൽ അതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് കോവിഡ് 1 വന്നതും രണ്ടാമത് ഏറ്റവും മാച്ചിങ് അല്ല, അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും കോവിഡ് ഒക്കെ നമുക്ക് വന്നത്. ഇതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഇനി രണ്ടാമത്തത് സെല്ലിനകത്ത് തന്നെയാണ്. സെല്ലിനകത്താണ്. ഇവിടെ സെല്ലിന്റെ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസത്തിൽ ഉള്ളതാണെന്ന് കരുതുക. ഇവിടെ സൈറ്റോപ്ലാസത്തിൽ ഇപ്പൊ മലേറിയ, വൈറസുകൾ ഒക്കെ ശരീരത്തിന്റെ സെല്ലിനകത്താണ്. വൈറസോ അങ്ങനെയുള്ള ഓർഗാനിസംസ്. ഇനി ഇതിൽ വേറെ ടൈപ്പ് കൂടി വരാം. ശരീരത്തിനകത്ത് നമ്മൾ ഇതിനെ പിടിച്ച് ഇതിനകത്തേക്ക് ആക്കിയെന്നായിരിക്കാം. ഇതിന്റെ പേര് ഫാഗോസോം എന്നാണ്. ഫാഗോസോമിനകത്ത് കിടക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ചെറിയ വ്യത്യാസം വരും. ഫാഗോസോം എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ശവപ്പറമ്പാണ്, സെമിത്തേരിയാണ്, അവയെ കൊന്ന് കൊലവിളിക്കുന്ന സ്ഥലമാണ്. ഫാഗോസോമിൽ ഉള്ള കയറിയിരിക്കുന്നതാണെങ്കിൽ ഇപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് നമുക്കറിയാം, ലിസ്റ്റീരിയ അങ്ങനെയൊക്കെയുള്ള ഇതിന്റെ അകത്താണല്ലോ ഇരിക്കുക. ഇത് രണ്ടും സൈറ്റോപ്ലാസത്തിനുള്ളതിനകത്തും ഇതും സെല്ലിനകത്താണ്. ഇതിനെതിരെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്നത് ആന്റിബോഡി അല്ല, അതിന് നമ്മൾ പ്രത്യേക സെല്ലുകൾ ഉണ്ടാക്കി ടി ലിംഫോസൈറ്റ്സ് എന്നാണ് അവയെ വിളിക്കുക. ടി ലിംഫോസൈറ്റ്സ് എന്ന് നമ്മൾ അവയെ വിളിക്കും. ഇത് കൊല്ലലാണ്. ഈ സെല്ലിനെ പാടെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. ആൻഡ് ദിസ് ഇമ്മ്യൂണിറ്റി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. സൈറ്റോപ്ലാസത്തിനകത്തായാലും ആൻഡ് ഇൻസൈഡ് ദ ഫാഗോസോം ആയാലും. ഇത് പക്ഷേ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്, ബിക്കോസ് എക്സ്ട്രാ സെല്ലുലാർ ആണ്. ഇതിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇതിനെ തടയുന്ന മരുന്നുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാണ്. എങ്കിലും ബി സെൽസ് വഴിയും പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കും. ഇമ്മ്യൂണോ സപ്രസൻസ് മരുന്നുകളുടെ പ്രധാനമായിട്ടും ടാർഗറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അതിന്റെ സെല്ലുകളായിട്ടുള്ള ടി ലിംഫോസൈറ്റ്സ് ടി സെൽസിനെ തടയുന്ന മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ബി സെൽസുകളെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി തടയുന്ന മരുന്നുകളാണ് എന്ന് പറയാലോ. ഇമ്മ്യൂണോ സപ്രസൻസ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻഹിബിറ്റ് ദ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ചില മരുന്നുകൾക്ക് ഈ അക്വയേർഡിനെയും തടയാം, ഇന്നേറ്റിനെയും തടയാം. ഏതാണ് ആ മരുന്നുകൾ? നമുക്കറിയാവുന്ന മരുന്നാണ്. ദീസ് ആർ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആർ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആൻഡ് ഓൾസോ ദേ ആർ ഇമ്മ്യൂൺ സപ്രസൻസ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണോ സപ്രസൻസിൽ നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 is T
ലിംഫോസൈറ്റ് ഡയറക്റ്റഡ് ആണ്. സോ നമ്മുടെ മരുന്നുകൾ ടി ലിംഫോസൈറ്റിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളായിരിക്കും. ഒന്ന്. രണ്ടാമത് പ്രവർത്തിക്കാവുന്നത് ബി ലിംഫോസൈറ്റിനെതിരെയാണ്. അത് കുറച്ചേ ഉള്ളൂ മരുന്നുകൾ. ആൻഡ് മൂന്നാമത്തത് ഇവിടെയും ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന നോൺ സ്പെസിഫിക്, ഇതിൽ തന്നെ പല പല സ്റ്റെപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്ന മൾട്ടി ടാർജറ്റ് ആയിട്ടുള്ള മരുന്നുകൾ. സോ ഇതാണ് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് 2 കേസിലാണ്. സോ വി യൂസ് ഇമ്മ്യൂണോസപ്രസൻസ് ഇൻ 2 കേസസ്. പ്രധാനം എന്ന് പറയുന്നത് അതിൽ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഈസ് നോർമൽ ആണ്, ഒരു കൂടുതലോ കുറവോ ഒന്നുമില്ല, പക്ഷേ നമുക്ക് അത്രയും വേണ്ട, നമുക്ക് അത്രയൊന്ന് കുറച്ച് നിർത്തണം. ഇത് നമ്മൾ എവിടെയാ ചെയ്യുക? നമ്മൾ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലാണ്. മറ്റൊരാളുടെ അവയവം നമുക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് തിരസ്കരിക്കരുത് അല്ലെ. നമ്മുടെ സെല്ലുകൾ അതിനെ ഇമ്മ്യൂൺ ആണെന്ന് തിരസ്കരിച്ചു കഴിഞ്ഞാൽ പണിയാണ്. സോ അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇമ്മ്യൂണിറ്റി കുറക്കണം. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണോസപ്രസൻസ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കേസ് ഇങ്ങനെയല്ല, വ്യത്യസ്തമാണ്. ഇവിടെ നമ്മുടെ ശരീര പ്രതിരോധ കോശങ്ങൾ, ഇമ്മ്യൂൺ സെൽസ് തന്നെ നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങളെ ഫോറിനായിട്ട് അങ്ങ് ഐഡന്റിഫൈ ചെയ്യാം. ഇത് നമ്മുടെ സെല്ലിലുള്ളതല്ല എന്ന് കരുതുകയാണ്. സോ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്നാണ് നമ്മൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഓക്കെ, സോ ഇത് മൂലം ഉണ്ടാകുന്നതാണ്. സോ ഇത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മയസീനിയയിൽ എന്താ പ്രശ്നം? മയസീനിയയിൽ നമ്മുടെ സ്കെലിറ്റൽ മസിലിലെ റിസപ്റ്റേഴ്സിനെ ശത്രുവായിട്ടാണ് കണക്കാക്കുക. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ട്, ക്രോൺസ് ഡിസീസോ, ഇങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. ഇതെല്ലാം പ്രശ്നം ഇതാണ്, നമ്മുടെ സ്വന്തം ശരീരകോശങ്ങളെ വിദേശിയായിട്ട് ഫോറിനായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയാണ്. സോ നമ്മുടെ പ്രതിരോധ ശേഷി അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് കുറച്ച് നിർത്തണം. ആ ടീം ലിംഫോസൈറ്റിനെ ഒന്ന് അടങ്ങ് മോനെ എന്ന് പറയേണ്ടി വരും. സോ അതൊന്ന് അടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കഴിക്കുന്നത് ഇമ്മ്യൂണോസപ്രസൻ. സോ എല്ലായ്പ്പോഴും നമ്മൾ ഈ പറയുന്ന, ഞാൻ ഉദാഹരണം പറയുന്നതെല്ലാം കീടാണു അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആണ്. പക്ഷേ ഇതും കൂടി 2 കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ എളുപ്പത്തിന് മറ്റേ കീടാണു സിദ്ധാന്തമാണ് നമുക്ക് സുഖമായിട്ട് പറയാവുന്നത് കൊണ്ട് അത് പറയുന്നു എന്ന് മാത്രം. നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രോസസ് ഒന്ന് പറഞ്ഞു പോകാം. ഇതിനിടയിൽ മരുന്നുകൾ പ്രവർത്തിക്കുന്ന ടാർജറ്റ് കൂടി നമുക്ക് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. സോ ഈ പ്രോസസ്, ഇമ്മ്യൂണിറ്റി പ്രോസസ് മൊത്തം പറയാൻ എൻ്റെ ലക്ഷ്യമല്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് സെൽ മീഡിയേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം പറയണം. സോ നമുക്ക് തുടങ്ങാം. സോ നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റിജൻ, ഇതൊരു ആന്റിജൻ ആണെന്ന് കരുതുക. സർഫസ് ആന്റിജൻ, ഇത് അതിന്റെ പുറത്തുള്ള സർഫസ് ആന്റിജൻ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു ടോക്സിൻ, നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ഉണ്ടാക്കിയിട്ടു എന്ന് കരുതുക. സോ ഇതിനെതിരെ നമുക്ക് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, സെല്ലിന് പുറത്താണെങ്കിൽ ബി സെൽ വരും. സോ ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സെൽ, ബി സെൽസ് ആയിരിക്കും. സെല്ലിനകത്താണെങ്കിൽ അത് ടി സെൽ വഴിയാണ്. ഇതൊന്ന് മനസ്സിൽ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, മനസ്സിൽ വേണം അത്. ആൻഡ് സോ ടോക്സിൻ ആന്റിജൻ നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽ. സോ ഇതിനെ നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് നമുക്ക് തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. ദിസ് APC, ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ഓർ പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് എന്ന് നമ്മൾ പറയണം. ഇത് കീറി മുറിച്ച് ഇതിനകത്തെടുത്തു, ഇതിനെ കീറി മുറിച്ച് അതിന്റെ ആന്റിജൻ ഫ്രാഗ്മെന്റ് ആക്കും. ആന്റിജൻ ഫ്രാഗ്മെന്റ് ആണ് ആക്കുക, മൊത്തത്തിൽ ആന്റിജൻ അല്ല എടുക്കുക. മൊത്തത്തിൽ ആന്റിജൻ എടുത്തിട്ട് കീറി മുറിച്ച് 100 കണക്കിന് ഒരൊറ്റ ആന്റിജനിൽ നമുക്ക് 1000 ആന്റിജൻ ഫ്രാഗ്മെന്റ് ഉണ്ടാക്കാം. സോ പ്രധാനമായിട്ട് ഇത് ചെയ്യുന്ന ഈ പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയൊക്കെയുള്ള ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ്. ഇത് നമുക്ക് ലിംഫ് നോഡ്സിൽ കാണാം. ലിംഫ് നോഡ്സിലെ ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. പിന്നെ ഉള്ളത് മാക്രോഫേജ് ചെയ്യാം. ന്യൂക്ലിയസ് ഉള്ള ഏത് സെല്ലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവയ്ക്ക് ഒരു പ്രശ്നം എന്നുള്ളത്, അവയ്ക്ക് ഇമ്മ്യൂൺ സെൽസിനെ ഉത്തേജിപ്പിക്കാൻ പറ്റില്ല. ഇവയ്ക്ക് മാത്രമേ ഇമ്മ്യൂൺ സെൽസിനെ ഉത്തേജിപ്പിക്കാൻ പറ്റൂ, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. നമുക്ക് പറയാം കേസ് 1 ആണ്, ബ്ലഡിലുള്ള എക്സ്ട്രാ സെല്ലുലാർ പാത്തോജൻ ആണ് എന്ന് വിചാരിക്കുക. സോ ഇതാണെങ്കിൽ ലിംഫ് നോഡിൽ ഇത് എത്തുന്നു. ലിംഫ് നോഡിൽ വെച്ചിട്ട് ലിംഫ് നോഡിന്റെ അകത്തുള്ള കോർട്ടക്സിനകത്തുള്ള ഈ ആന്റിജനെ ആന്റിജൻ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നത് APC ആണ്. APC നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് APC, ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. ഏത് തരം APC ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ MHC ക്ലാസ് 2 എന്ന് പറയുന്ന MHC, ഞാനിത് വരയ്ക്കാം. MHC മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി ക്ലാസ് 2, കോംപ്ലക്സ് ക്ലാസ് 2 ആണെന്ന് ഓർക്കുക. സോ അങ്ങനെയുള്ള APC ആണ്. ഓക്കെ, അത് പ്രസന്റ് ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CD4 ഉള്ള, സോ ഇത് CD4 എന്ന് പറയുന്ന CD4 ഉള്ള T ലിംഫോസൈറ്റ്സ് ആണ്. വെറും T ലിംഫോസൈറ്റ്സ് അല്ല, നേവ് T ലിംഫോസൈറ്റ്സ്. സോ ഇതിന്റെ പുറത്ത് ഈ ആന്റിജൻ ഫ്രാഗ്മെന്റ്, സോ ദിസ് ഇസ് ആന്റിജൻ ഫ്രാഗ്മെന്റ് ആണ് ഇവിടെ വെക്കുക, ഇതിന് മുന്നിൽ ഹാജരാക്കുകയാണ്. സോ നേവ് എന്ന് വെച്ചാൽ എന്താണ്? നേവ് എന്ന് വെച്ചാൽ ഇതുവരെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിലും ഫംഗ്ഷനിലും പങ്കെടുക്കാത്ത T ലിംഫോസൈറ്റുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേവ് T ലിംഫോസൈറ്റ്സ് എന്ന് പറയും. സോ ഇത് ഒട്ടിച്ചേരുന്നത് പ്രസന്റ് ചെയ്യുന്നു, ആൻഡ് ഇത് ഒട്ടിച്ചേരുന്നത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നത്, ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് CD4 T ലിംഫോസൈറ്റിലുള്ള റിസപ്റ്ററിലാണ്.
CD4ലുള്ള ഈ റിസപ്റ്റർ CD4 റിസപ്റ്റർ എന്നോ അല്ലെങ്കിൽ ടി സെൽ റിസപ്റ്റേഴ്സ് എന്നും നമുക്ക് വിളിക്കാം. TCR എന്ന് തൽക്കാലം പറയും. സോ ആന്റിജൻ ഫ്രാഗ്മെന്റ് ഉള്ള MHC ക്ലാസ് 2 CD4 പോസിറ്റീവ്, ജസ്റ്റ് ഇവിടെ കൂടി വെച്ചേക്കാം, CD4 പോസിറ്റീവ് ആയിട്ടുള്ള നൈവ് T ലിംഫോസൈറ്റ്സിൽ ഒട്ടിച്ചേരുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് സിഗ്നൽ 1. ഇതാണ് സിഗ്നൽ 1 എന്ന് പറയുന്നത്. സിഗ്നൽ 1 ഫോർ ആക്ടിവേഷൻ ഓഫ് ആരെ, ഇയാളെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ലിംഫോസൈറ്റ്സിന് തന്നെ ആക്ടിവേഷൻ. സോ CD4 ലിംഫോസൈറ്റ് ആക്ടിവേഷൻ നടക്കാൻ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് വിത്ത് AG ആന്റിജൻ ഫ്രാഗ്മെന്റ്സ് ബൈൻഡ് ഓൺ T സെൽ റിസപ്റ്റർ CD4 ഉള്ളതിൽ ഒട്ടിച്ചേരണം. സോ CD4ഉം കൂടി ചേർന്ന് മൊത്തം ഇങ്ങനെ വരയ്ക്കാം. ഈ CD4ഉം കൂടി ഇവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോഴാണ് ഇത് ആക്ടിവേറ്റഡ് ആകും. പിന്നെ അടുത്തത് ഇത് ഞാൻ പറഞ്ഞു മറ്റേ സംഭവമാണെന്ന് പറഞ്ഞു, എക്സ്ട്രാ സെല്ലുലാർ ആണെന്ന് പറഞ്ഞു. ഇനി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണെന്ന് കരുതുക. രണ്ടാമത്തെ കേസ് സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ സെല്ലിനകത്തുള്ളതാണ്. അതിൽ തന്നെ ഫാഗോസോമിന്റെ ഉള്ളിലാണ് എന്നും കരുതിയാണെങ്കിൽ, ഫാഗോസോം ഇത് സെല്ലാണെങ്കിൽ ഇത് ന്യൂക്ലിയസ്, ഇത് ഫാഗോസോമിന്റെ ഉള്ളിലാണെങ്കിലും ഇതേ സംഭവം തന്നെയാണ്. അവിടെയും CD4 പോസിറ്റീവ് T ലിംഫോസൈറ്റ്സ് തന്നെയാണ്. സോ വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. അപ്പൊ മൂന്നാമത്തെ കേസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്, പക്ഷേ സൈറ്റോപ്ലാസത്തിലാണ് എന്ന് കരുതുക. സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ വ്യത്യാസം ചെറുതായിട്ടുള്ളത് ഈ APC ഉള്ളത്, APC വിത്ത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്, ഇത് ഒട്ടിച്ചേരുന്നത് ഈ ആന്റിജൻ ഫ്രാഗ്മെന്റ് ഒട്ടിച്ചേരുന്നത് T ലിംഫോസൈറ്റ്സിലെ CD4 അല്ല, അത് CD8 ആണ്. സോ അവിടെ വ്യത്യാസം CD8 T ലിംഫോസൈറ്റിൽ ആണ് എന്നുള്ളത്. മാത്രമല്ല ഇവിടെ MHC ക്ലാസ് 2 അല്ല, അവിടെ MHC ക്ലാസ് 1 ആണ്. MHC ക്ലാസ് 1 മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി ക്ലാസ് 1 ഉള്ളതാണ്. സോ അവിടെ ഇപ്പോൾ വ്യത്യാസം ഇത് APC തന്നെയാണ്, പക്ഷേ MHC 2 അല്ല, MHC 1 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഉള്ളത് നെഗറ്റീവ് ലിംഫോസൈറ്റ്സ് തന്നെയാണ്, പക്ഷേ CD4 അല്ല, CD8 ആണ്. സോ സൈറ്റോപ്ലാസ്മിക് എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. സോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിൽ റിസപ്റ്റർ ഉണ്ട്, T സെൽ റിസപ്റ്ററിൽ ഒട്ടിച്ചേരുന്നു. സോ ദിസ് APC ബൈൻഡ്സ് വിത്ത് ദ ആന്റിജൻ ഫ്രാഗ്മെന്റ് ഉള്ള, ഇത് ആന്റിജൻ ഫ്രാഗ്മെന്റ് ആണ്, ബൈൻഡ് ചെയ്യുന്നത് CD8ലാണ്. സോ ഇവിടെ ഇതാണ് സിഗ്. സോ രണ്ട് കേസിലായാലും എക്സ്ട്രാ സൈറ്റോപ്ലാസത്തിലുള്ളായാലും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലായാലും സെല്ലുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്, മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി വ്യത്യാസമുണ്ട്. പക്ഷേ സിഗ്നൽ 1 എന്ന് പറയുന്നത് ഇത് ഇവിടെ ഒട്ടിച്ചേരലാണ്. സോ ഈ T സെൽ റിസപ്റ്ററിനെ നമുക്ക് CD3 എന്ന് വിളിക്കാം. ദിസ് T സെൽ റിസപ്റ്റർ ഈസ് കോൾഡ് ആസ് CD3. ഇതിൽ ഒട്ടിച്ചേരുന്ന മരുന്നാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ മരുന്ന്. ആ മരുന്നിന്റെ പേര്, അതൊരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്, ആദ്യത്തെ മോണോക്ലോണൽ ആന്റിബോഡിയാണ്. 1975 കണ്ടുപിടിച്ച ഈ മോണോക്ലോണൽ ആന്റിബോഡിയുടെ പേര് മ്യൂറോമോണാബ് എന്നാണ്. സോ മ്യൂറോമോണാബ് എന്ന് പറയുന്നത് ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്. മ്യൂറോമോണാബ് എന്ന് മാത്രമല്ല, മ്യൂറോമോണാബ് CD3 എന്നാണ് അതിന്റെ പേര്. സോ മ്യൂറോമോണാബ് CD3 ഈ റിസപ്റ്ററിൽ പോയി ഒട്ടിച്ചേരുന്നു. T സെൽ റിസപ്റ്ററിൽ ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതിന് ഇവിടെ പോയി ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ ഇതുമായിട്ടുള്ള ബൈൻഡിങ് നടക്കില്ല. സോ ആന്റി TCR, സോ വിച്ച് ടാർഗറ്റ് സിഗ്നൽ 1 ഈസ് ദ ഡ്രഗ് മ്യൂറോമോണാബ് എന്ന് പറയുന്ന മരുന്ന് തടയുന്നത് ഇതാണ്. സോ മ്യൂറോമോണാബ് ഈസ് എ ബയോളജിക്കൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താം. നിങ്ങളുടെ ബുക്കിലൊക്കെ ചിലപ്പോൾ ബയോളജിക്കൽസിലായിരിക്കും പെടുത്തുക. ഞാൻ ഈ മെക്കാനിസം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഇവിടെ ആദ്യം പറഞ്ഞു എന്ന് മാത്രം. സോ ആന്റി TCR ടാർഗറ്റ് സിഗ്നൽ 1 ചെയ്യുന്ന മരുന്നാണ് മ്യൂറോമോണാബ്. സോ ദിസ് ദ ഫസ്റ്റ് മോണോക്ലോണൽ ആന്റിബോഡി. ഇപ്പോൾ ഇത് ഉപയോഗത്തിലില്ല, എങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മറ്റേ ഗ്രാഫ്റ്റ് വേഴ്സസ്, അതൊക്കെ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാണ്. ഓർഗൻ റിജക്ഷൻ തടയാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്. ഞാൻ വൃത്തിയായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒറ്റ സിഗ്നൽ 1 മാത്രം പോരാ. CD4 ആയാലും CD8 ആയാലും ഈ T ലിംഫോസൈറ്റ്സ് നമുക്ക് ആക്ടിവേറ്റഡ് ആക്കണമല്ലോ. ഇയാൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇവൻ ആക്ടിവേറ്റഡ് ആക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവനിൽ നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിന് മറ്റൊരു സിഗ്നൽ കൂടി വേണം, ഉറപ്പിക്കണം ആന്റിജൻ മൂലമാണ്. സോ ആന്റിജനിക് ആയ വസ്തുവിനെ നമ്മൾ വിളിക്കുക പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്കുലാർ പാറ്റേൺസ് എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത എന്തൊക്കെയോ ചില മോളിക്കുലാർ പാറ്റേൺസ് ഉള്ള സാധനങ്ങളാണ്. സോ ഇത് നമ്മുടെ ശരീരത്തിൽ APCയിൽ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇവിടെ ഈ APCയിൽ ചില ആൾക്കാർ അതിനെ പാത്തോജൻ റെക്കഗ്നിഷൻ സംഭവങ്ങൾ എന്നാണ് പറയുക. സോ അങ്ങനെയുള്ള സംഭവങ്ങൾ എക്സ്പ്രസ് ചെയ്യും. പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്കുലാർ പാറ്റേൺ അതിവിടെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവുന്ന സംഭവങ്ങൾ APCയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഒന്ന്, അതിന്റെ പേര് ഞാൻ എഴുതാം, CD. എല്ലാം CD ആണ്. CD80/86 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ B7.1 7.2 എന്ന് വിളിക്കാം. ഫേമസ് ആയിട്ട് CD80 and 86 എന്നാണ് ഇതിനെ വിളിക്കുക. സോ CD and 86 തയ്യാർ ഉണ്ടാവണം, എക്സ്പ്രസ് ചെയ്യണം. രണ്ടാമത്തത് CD40 ആണ്. മറ്റൊരാൾ CD40 എന്ന് പറയുന്ന ആൾ ഒന്നുകൂടി ഉണ്ടാവണം. സോ ഇതിനെ നമ്മൾ വിളിക്കുക കോസ്റ്റിമുലേറ്ററി മോളിക്യൂൾസ് എന്നാണ്. കോസ്റ്റിമുലേറ്ററി മോളിക്യൂൾസ് എന്നാണ് നമ്മൾ ഈ സംഭവങ്ങളെ വിളിക്കുക. സോ ഈ CD80 86 ആയാലും CD40 ആയാലും ചില സംഭവങ്ങൾ ഒട്ടിച്ചേരണം. T സെൽസിൽ നിന്ന് ഇവിടെ നിന്നും ചില സംഭവങ്ങൾ ഒട്ടിച്ചേരണം, എന്നാലേ ഇവയ്ക്ക് ഉറപ്പാക്കാൻ പറ്റൂ ആന്റിജനിക് ആണ്. സോ CD80/86 ഒട്ടിച്ചേരുന്നതാണ്
ആണ് ഇവിടെയുള്ള ടി സെല്ലിലുള്ള CD28. അപ്പൊ ഇതിന്റെ പേര് CD28 എന്നാണ്. ആൻഡ് CD40 ഒട്ടിച്ചേരുന്നത് CD40L ആണ്. സോ CD40L. സോ ഇത് രണ്ടും കൂടി ഒട്ടിച്ചേരുന്നതാണ് ഇപ്പൊ സിഗ്നൽ 2. സോ ഇത് സിഗ്നൽ 1 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഒട്ടിച്ചേരുമ്പോൾ now it is signal 2. സോ സിഗ്നൽ 1ഉം സിഗ്നൽ 2ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ what will happen? ഇവിടെ ഈ ടി സെൽ CD4 ആയാലും CD8 ആയാലും this will become now activated ആകുന്നു. This is now activate. സോ CD4 ആയാലും CD8 ആയാലും ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ സെല്ലിൽ നിന്നുണ്ടാകുന്ന രണ്ട് സംഭവങ്ങൾ. വൺ ഈസ് ഇന്റർലൂക്കിൻ 2 ആണ്, വളരെ പ്രധാനപ്പെട്ട ആളാണ്. രണ്ടാമത്തത് ഇന്റർലൂക്കിൻ 2 ഒട്ടിച്ചേരാനായിട്ട് ഇവിടെ ഓൾറെഡി അതിനൊരു റിസപ്റ്റർ ഉണ്ട്. പക്ഷെ ആ റിസപ്റ്ററിന് ഒരു സംഭവത്തിന്റെ കുറവുണ്ടായിരുന്നു. അത് ഇന്റർലൂക്കിൻ റിസപ്റ്റർ 2ന്റെ ആൽഫ സബ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഒരു ആൽഫ സബ് യൂണിറ്റ് കൂടി പുതിയതായിട്ട് വന്നു ചേരും. സോ ബീറ്റയും ഗാമയും നേരത്തെ ഉണ്ടായിരുന്നു, ഒരു ആൽഫ സബ് യൂണിറ്റും കൂടി. അപ്പോൾ ഇതും കൂടി ഇവിടെ എക്സ്പ്രസ് ചെയ്യും. സോ ഇതിനെ ഇന്റർലൂക്കിൻ അപ്പോൾ ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും. സോ സിഗ്നൽ 2 produces activated lymphocytes and this produces interleukin 2 and interleukin receptor 2 alpha എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ടാവും. ഇന്റർലൂക്കിൻ 2 ഉണ്ടായതിനു ശേഷം പ്രവർത്തിക്കുന്ന ഇടപെടുന്ന ഒരുപാട് മരുന്നുകൾ. സോ അതാണ് ഇമ്മ്യൂണോസപ്രസൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് മരുന്നുകൾ പറയാം. ഈ CD28 ഒട്ടിച്ചേരാൻ പറ്റുന്ന ചില മരുന്നുകളുണ്ട്. സോ ദീസ് വിൽ ബ്ലോക്ക് ഹിയർ. ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത് മരുന്നുകൾ അബാറ്റാസെറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ബിലാറ്റാസെറ്റ് എന്ന് പറയുന്ന മരുന്നുകൾ ഇവിടെ ഒട്ടിച്ചേരുന്നതാണ്. സോ ദീസ് ആർ കോസ്റ്റിമുലേറ്ററി ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ടി സെൽസിൽ കോസ്റ്റിമുലേറ്ററി മോളിക്യൂളിലാണ് വന്ന് ചേരുക. ആൻഡ് ഈ CDകൾക്കെല്ലാം പ്രത്യേക പേരുകൾ, വേറെ പേരുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ CD28 നമുക്ക് CTLA4 എന്നും നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ പല പേരുണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. സോ ഇന്റർലൂക്കിൻ 2 ഉണ്ടാവുന്നു. ഇന്റർലൂക്കിൻ 2 ഉണ്ടായത് അതിന്റെ തന്നെ റിസപ്റ്ററിൽ, ഇന്റർലൂക്കിൻ റിസപ്റ്ററിൽ പോയി ഒട്ടിച്ചേരുകയാണ്. ഇവിടെ വന്നാണ് ഈ സംഭവം. ഇന്റർലൂക്കിൻ 2 ആണെങ്കിൽ ഇവിടെ വന്ന്. സോ ഇറ്റ്സ് ആൻ ഓട്ടോ സ്റ്റിമുലേറ്ററി ആണ് അല്ലെ. സ്വയം അവനവനെ തന്നെ ഉണ്ടാക്കി അവനവൻ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഈ ഇന്റർലൂക്കിൻ 2 റിസപ്റ്ററിനെ വേറൊരു പേര് പറഞ്ഞ് വിളിക്കാം. അതിനെ നമ്മൾ CD25 എന്ന് വിളിക്കും. ആൻഡ് ഇതിൽ വന്ന് ഒട്ടിച്ചേരുന്ന മരുന്നുകളുണ്ട്. ഉദാഹരണം അതിനെ തടയുന്ന മരുന്നുകളാണ് BASI, Basilicimab എന്ന് പറയും ഒരെണ്ണം. ദെൻ DACILI, Diclicimab. സ്പെല്ലിംഗ് ഒക്കെ നോക്കിയേക്കണേ. ഇങ്ങനെ മരുന്നുകൾ ഇതിനെ തടയുന്നതാണ്. സോ ഇതിനെ നമുക്ക് കോസ്റ്റിമുലേറ്ററി ഇൻഹിബിറ്റേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 തരം കേസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നവർക്ക്. ഒന്ന് എക്സ്ട്രാ സെല്ലാർ ഉള്ളത്, ഒന്ന് സെല്ലിന്റെ അകത്ത് സൈറ്റോപ്ലാസത്തിലുള്ളത്, ഒന്ന് നമ്മൾ പറഞ്ഞത് ഫാഗോസോമിലകത്താണ്. സോ ഇത്രയും വരെ എല്ലാം സെയിം ആണ്, അതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞു. ഇനി ഇതിപ്പോൾ ആക്ടിവേറ്റഡ് ആണ്. ഇന്റർലൂക്കിൻ 2 പോയി ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു. ദിസ് ഈസ് നൗ ആക്ടിവേറ്റഡ്. ഈ സെൽസ് നൗ അണ്ടർഗോ ഡിഫറൻസിയേഷൻ. ഇത് ഡിഫറൻസിയേഷൻ ഉണ്ടാകണം. ദെൻ പ്രൊലിഫറേഷൻ. ഈ സെല്ലുകൾ വ്യത്യസ്തമായ സെല്ലുകളായിട്ട് മാറുന്നു. അതിനാണ് ഡിഫറൻസിയേഷൻ. ആൻഡ് ദേ ബിഗാൻ ടു മൾട്ടിപ്ലൈ. ഈ വ്യത്യസ്തമായത് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് വേറെ ഒരുപാട് സെല്ലുകളായിട്ട് മാറണം. അപ്പൊ ഇത് പഴയ CD8 ആൻഡ് CD4 പഴയ സെല്ലല്ല. ആൻഡ് ഇത് ഒട്ടിച്ചേരുന്നതാണ് സിഗ്നൽ 3 എന്ന് പറയും. സോ സിഗ്നൽ 3യും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇയാളിലാണ് വ്യത്യാസം വരിക. ആൻഡ് ഒന്ന് ഇവിടെ നിന്നുണ്ടാവുന്നത് ഡിഫറെന്റ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒരുപാട് വരും. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ ആകാവുന്നത് ഒന്ന് T ഹെൽപ്പർ നോട്ട് സെൽസ് ആയിട്ട് മാറാം. ഈ T ഹെൽപ്പർ നോട്ട് സെൽസ് ഇൻ കേസ് ഓഫ് എക്സ്ട്രാ സെല്ലുലാർ പാത്തോജൻ ആണെങ്കിൽ, ഹ്യൂമറൽ മീഡിയേറ്റഡ് ആണെങ്കിൽ അത് T ഹെൽപ്പർ 2 സെൽസ് ആയിട്ടാവും മാറുക. ആൻഡ് ദിസ് വിൽ സ്റ്റിമുലേറ്റ്, ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? B സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു. സോ ഇതാണ് അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ പാത്വേ ട്രാക്ക് അങ്ങ് പോകും. രണ്ടാമത്തത് ഫാഗോസോമില മൈക്രോസോം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് സെല്ലിനകത്ത് ഫാഗോസോമില ആണെങ്കിൽ ഇത് ചെയ്യുന്നത് ആൻഡ് ദിസ് ഇന്റർലൂക്കിൻ 2 ഉണ്ടാക്കി TH1 സെൽസ്, അതിൽ നിന്ന് TH1 T ഹെൽപ്പർ 1 സെൽസ് ഉണ്ടാക്കി. ആൻഡ് ദിസ് T ഹെൽപ്പർ സെൽസ് വേറൊരാൾ ഉണ്ടാക്കുന്നു. അയാളുടെ പേരാണ് ഇന്റർഫെറോൺ ഗാമ. ഇന്റർഫെറോൺ ഗാമ ഉണ്ടാക്കുന്നു. സെൽ ഏതാണ്? ഈ സെല്ലിനെ പോയി ഇന്റർഫെറോൺ ഗാമ ഒന്ന് കൊല്ലും. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എവിടെയായിരുന്നു? ഇതിനകത്ത് സൈറ്റോപ്ലാസത്തിനകത്ത് കിടക്കുന്നതാണെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന സെല്ലിന്റെ പേരാണ്, ഞാൻ ഇവിടെ വരയ്ക്കാം. ആ സെൽ ഈ സൈറ്റോടോക്സിക് T സെൽസ് ആണ് ഇതിൽ നിന്നുണ്ടാകും. സോ ദിസ് ഈസ് സൈറ്റോടോക്സിക് T സെൽസ് ആണ്. ഇത് T ഹെൽപ്പർ നോട്ട് സെൽസ് ആണ്. ഇത് T ഹെൽപ്പർ 1 സെൽ. T ഹെൽപ്പർ നോട്ടിൽ നിന്ന് 2 ഉണ്ടാവുന്നു, T ഹെൽപ്പർ 1 ഉണ്ടാവുന്നു. ഇവിടെ പക്ഷേ സൈറ്റോടോക്സിക് T സെൽസ് ആണ്. ഇത് എന്ത് ചെയ്യും? ഈ ഇൻഫെക്റ്റഡ് സെല്ലിനെ ആക്രമിച്ച് ഇതിനെ കൊല്ലുക. ഇൻഫെക്റ്റഡ് സെല്ലിനെ കൊല്ലുക മീൻസ് ദേ വിൽ ആസ്ക് ടു സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസിന് വിധേയമാകാൻ ആവശ്യപ്പെടുന്ന സെല്ലാണ്. സോ ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരും, എന്നിട്ട് പരിപാടി നടക്കും. സോ ഇതാണ് അവിടെ വെച്ചാൽ 3 സംഭവങ്ങളായിട്ട് തിരിയുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടെയാണ്
ഇതൊക്കെയാണ് ഇനി കീ ഏരിയാസ്. ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ ബാക്കിയെല്ലാം മാറ്റി ഇനി നമുക്കൊരു ടി സെൽ മാത്രം മതി. സോ ഇന്റർലൂക്കിൻ 2 പുറത്ത് വിട്ട ഒരു ടി സെല്ലാണ്. ഇന്റർലൂക്കിൻ അതിന്റെ റിസപ്റ്ററിൽ പിടിക്കുന്നു. സോ സെല്ലുകളുടെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കും. സോ ഈ സെല്ലിനകത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കാൽസിന്യൂറിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ എന്താണ് നമ്മൾ ആ ഭാഗത്ത് പറയാം. സോ ഇതിനെ തടയുന്ന മരുന്നുകൾ കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകൾ. സോ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളാണ് കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ്. പ്രധാന സൈക്ലോസോറിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ടാക്രോലിമസ് എന്ന് പറയുന്ന ഒരു മരുന്ന്. സോ ഇതെല്ലാം ഇന്റർലൂക്കിൻ 2 റിസപ്റ്റർ പിടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന പല സീക്വൻസ് ഓഫ് ഇവന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ്. ദ മോസ്റ്റ് എഫക്റ്റീവ് ഇമ്മ്യൂണോസപ്രസൻസ് ആർ കാൽസിന്യൂറിൻ. ഇനി ഇന്റർലൂക്കിൻ 2 വഴി നടക്കുന്ന മറ്റൊരു പ്രശ്നം ഈ സെല്ല് പ്രോലിഫറേറ്റ് ചെയ്യുക എന്നുള്ള. ഈ സെല്ല് പ്രോലിഫറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സെല്ല് ഇങ്ങനെ 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 100 കണക്കിന് സെല്ലുകളായിട്ട് മാറുക എന്നുള്ളതാണ്. സോ എണ്ണം വർദ്ധിപ്പിക്കണം. സോ സെല്ലിന്റെ അകത്തെ സംഭവങ്ങൾ തടയുന്ന മരുന്നുകൾ, ഇതിന് എണ്ണം വർദ്ധിപ്പിക്കാൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ വർദ്ധിപ്പിക്കണം. സോ അതിന് തടയുന്ന ഇവിടെ ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന മരുന്നുകളാണ് mTOR ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്ന്. സോ അതും ഈ സെല്ലിനകത്ത് തന്നെയാണ് നടക്കുക. പ്രധാനപ്പെട്ട മരുന്നുകൾ 1 is സിറോലിമസ് ആണ്, എവറോലിമസ് ഉണ്ട്, വേറെ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 2 പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞു നിർത്തുകയാണ്. സോ ദീസ് ആർ mTOR ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ദീസ് ആർ കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ്, സൈക്ലോസ്പോറിൻ, ടാക്രോലിമസ്, mTOR ഇൻഹിബിറ്റേഴ്സ്, സിറോലിമസ്, എവറോലിമസ് പോലെയുള്ള. ഇപ്പൊ സെൽ പ്രോലിഫറേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പ്രോലിഫറേറ്റ് ചെയ്യാനുള്ള അടിസ്ഥാന പരിപാടികൾ ചെയ്യുന്നതാണ് mTOR ഇൻഹിബിറ്റേഴ്സ്. സോ സെൽ പ്രോലിഫറേറ്റ് ചെയ്യണമെങ്കിൽ സെൽ ഡിവൈഡ് ചെയ്യണം അല്ലെ. സെൽ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യണം, അതായത് DNA ഡിവൈഡ് ചെയ്യണം. DNA ഡിവൈഡ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് വേണം. സോ ന്യൂക്ലിയോടൈഡ് സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഒരുപാട് ക്യാൻസറിലും പല വൈറസിലൊക്കെ പഠിച്ചാണ് ആന്റി മെറ്റബോളൈറ്റ്സ് വിഭാഗം മരുന്നുകൾ. സോ ആന്റി മെറ്റബോളൈറ്റ്സ് വിഭാഗം മരുന്നുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ DNA പുതിയത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ പരിപാടികളൊക്കെ തടയും. അങ്ങനെയുള്ള മരുന്നുകൾ ആന്റി മെറ്റബോളൈറ്റ്സ് ആണ്. അസാതയോപ്രിൻ എന്ന് പറയുന്ന മരുന്ന്. ദെൻ മൈക്കോഫിനോലേറ്റ് മോഫറ്റിൽ എന്ന് പറയുന്ന മരുന്ന്, മോഫറ്റിൽ MMF എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ദെൻ ലെഫ്ലൂനോമൈഡ് പോലെയുള്ള മരുന്നുകൾ. സോ ഈ മരുന്നുകൾ ഇതാണ് ചെയ്യുക, ആന്റി മെറ്റബോളൈറ്റ്സ് ആക്ഷൻ ആണ്. ഇനി ആന്റി മെറ്റബോളൈറ്റ്സ് ആക്ഷൻ ഉള്ള വേറൊരു മരുന്ന് നമുക്ക് പ്രധാനപ്പെട്ട അറിയാം, അത് മെത്തോട്രക്സേറ്റ് ആണ്. മെത്തോട്രക്സേറ്റ് അതിന് ആന്റി ക്യാൻസർ ആക്ഷൻ ഉണ്ട്, ആന്റി ഇമ്മ്യൂണോസപ്രസന്റ് ആക്ഷൻ ഉണ്ട്. സോ ഇത് ഇവിടെ ഒരു ആന്റി മെറ്റബോളൈറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇത് ഇമ്മ്യൂണോ സപ്രസന്റ് ആക്ഷൻ ഉള്ളത്. സോ ഇതിന്റെ മെക്കാനിസം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മരുന്നുകൾ ഏതാ? ആന്റി ക്യാൻസർ മരുന്നുകളാണല്ലോ. ആന്റി ക്യാൻസർ മരുന്നുകളെല്ലാം തന്നെ സെൽ പ്രോലിഫറേഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ് തടയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മരുന്നാണ് സൈക്ലോഫോസ്ഫാമൈഡ് എന്ന് പറയുന്ന മരുന്ന്. നമുക്ക് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നാണ്. ഇനി ഇന്റർലൂക്കിൻ 2 സെല്ലിന്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ പലതരം സൈറ്റോകൈൻ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്. സൈറ്റോകൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ പ്രോട്ടീൻ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ്. ആന്റി സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യുന്നു. അതിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ മരുന്നുകളെല്ലാം തന്നെ നമ്മളുടെ ഗ്രാഫ്റ്റ് വേഴ്സസ് അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഈ മരുന്നുകൾക്ക് അത് ഉപയോഗിക്കുക. ഇനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലൊക്കെ നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ തടയുന്ന മരുന്നുകളായിരിക്കും അത് ഉപയോഗിക്കുക. ഒന്ന് TNF, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ, TNF ആൽഫയെ തടയുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. ഒന്ന് ഇൻഫ്ലിക്സിമാബ് ആണ്, ഇൻഫ്ലിക്സിമാബ് എന്ന് പറയുന്ന മരുന്ന്. ഇറ്റാനാർസെപ്റ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ അഡാലിസുമാബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. സെർട്ടോളിസുമാബ് എന്ന് പറയുന്ന മരുന്നുകൾ. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടുണ്ട് കേട്ടോ. TNF ആൽഫയെ തടയുന്ന മരുന്നുകളാണ്. ദെൻ ജാനസ് കൈനേസ്, ജാനസ് കൈനേസ് ഇൻഹിബിറ്റർ എന്താണ്? എൻസൈം ടൈറോസിൻ കൈനേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മരുന്നാണ് ടോഫാസിറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന്. ഇനി ഇതിൽ നിന്ന് മറ്റേ ഇന്റർഫെറോണിന്റെ കാര്യം പറഞ്ഞു. ഇന്റർഫെറോൺസ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ടാണ് ഇന്റർഫെറോൺ ബീറ്റ. ഇന്റർഫെറോൺ ബീറ്റ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന അസുഖത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇന്റർഫെറോൺ ബീറ്റ ഇറ്റ്സ് ഓൾസോ സൈറ്റോകൈൻ ആണ്. ദെൻ ഇനി എല്ലാത്തിനെയും തടയുന്ന ഈ പരിപാടികളൊക്കെ തടയാൻ പല സ്റ്റെപ്പുകളിലൊക്കെ തടയാൻ പറ്റുന്ന മരുന്നാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, പ്രെഡ്നിസോളോൺ പോലെയുള്ള മരുന്നുകൾ, കോർട്ടിസോൺ, ഡെക്സാമെത്തസോൺ പോലെയുള്ള ഇവിടെയൊക്കെ എവിടെയും ഇതിന്റെ ആക്ഷൻ ഉള്ള മരുന്നാണ്. ദെൻ പിന്നെ ആന്റി തൈമോസൈറ്റ് ഗ്ലോബുലിൻസ് ഉണ്ട്. ആന്റി തൈമോസൈറ്റ് ഗ്ലോബുലിൻ എന്ന് പറയുന്ന മരുന്ന് പോളിക്ലോണൽ ആന്റിബോഡിയാണ്. കുറച്ച് മോണോക്ലോണൽ അല്ല, പോളിക്ലോണൽ ആന്റിബോഡീസ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ഒക്കെ തടയാനായിട്ട്, റിജക്ഷൻ, ക്രോണിക് റിജക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇനി ലിംഫോസൈറ്റ്സിനെ ബ്ലഡിലേക്ക് വരുത്തുന്നില്ല, ബ്ലഡ് വെസൽസിലേക്ക് വരുത്താതിരുന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ കുറയുമല്ലോ. അങ്ങനെ ഒരു മരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മരുന്നിന്റെ പേരാണ് ഫിങ്കോലിൻ.
ഫിങ്കോലിമോഡ് എന്ന് പറയും. ഫിങ്കോലിമോഡ് ഈസ് എൻ SIPP റിസപ്റ്റർ അഗോണിസ്റ്റ് മരുന്നാണ്. സോ ഡിക്രീസ് ദ റിക്രൂട്ട്മെന്റ് ഓഫ് ലിംഫോസൈറ്റ് ചെയ്യുന്ന മരുന്നാണ് ഫിങ്കോലിമോഡ്. ഇനി സ്പെസിഫിക് ആയിട്ട് വളരെ ഓരോരോ പ്രത്യേക ടാർജറ്റുകളിലൊക്കെ ആക്ട് ചെയ്യുന്ന ധാരാളം മരുന്നുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ ഇന്റർലൂക്കിൻ 1 തടയുന്ന മരുന്നാണ് അനാകിൻറ എന്ന് പറയുന്ന മരുന്ന്. ദെൻ കനാകിനുമാബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ടൊക്ലിസുമാബ് എന്ന് വെച്ചാൽ ഇന്റർലൂക്കിൻ 6 റിസപ്റ്ററിനെ തടയുന്ന മരുന്നാണ്. അതേപോലുള്ള മരുന്നാണ് സിറ്റുക്സിമാബ് എന്ന് പറയുന്നത്. X ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ 2 നേട്ട ക്യാൻസർ ആണ്. ഇത് ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നാണ്. ദെൻ ഉസ്തക്കിനുമാബ് ഉണ്ട്. അതേപോലുള്ള മരുന്നാണ് സെക്വിനിമാബ്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സോറിയാസിസ് ഇന്റർലൂക്കിനെ ഒക്കെ തടയുന്ന മരുന്നാണ്. ദെൻ ലിംഫോസൈറ്റിന്റെ ഫ്യൂഷൻ ആന്റിജൻ അങ്ങനെ തടയുന്ന മരുന്നാണ് എഫാലിസുമാബ് പോലെയുള്ള മരുന്നുകൾ. ദെൻ അലിഫാസെപ്റ്റ് പോലെയുള്ള മരുന്നുകൾ. ദെൻ മൾട്ടി എല്ലാത്തിനും തടയുന്ന ഒരു മരുന്നാണ് ആന്റി CD52 എന്ന് പറയുന്ന മരുന്നുണ്ട്. ഫേമസ് ആണ്. അതാണ് അലംറ്റുസുമാബ് പോലെയുള്ള. സോ ദീസ് ആർ ലിംഫോസൈറ്റ് ഡിപ്ലീറ്റേഴ്സ് ആണ്. ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയ്ക്കുക. ലിംഫോസൈറ്റ് ഡിപ്ലീറ്റേഴ്സ് വിഭാഗം മരുന്നുകൾ. സോ ഇതെല്ലാമാണ് T സെൽസിലൊക്കെ ആക്ട് ചെയ്യുന്നത്. ബി സെൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് മരുന്നേ ഉള്ളൂ. ബി സെൽസിനെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകൾ. അതിലെ CD20 ബി സെല്ലാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് CD20 ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. അതിൽ അധികവും ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടാകും റിറ്റുക്സിമാബ് എന്ന് പറയുന്ന മരുന്ന്, ഒക്രൈലിസുമാബ് എന്ന് പറയുന്ന മരുന്ന്. സോ ഇതെല്ലാം ഇത് ക്യാൻസറിനാണ്. 2 ആകുമ്പോൾ ക്യാൻസറാണ്. ഇത് ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നാണ്. സോ ഇങ്ങനെ ധാരാളം മരുന്നുണ്ട്. ദെൻ ബി സെൽസ് ലിംഫോസൈറ്റ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന 2 തരം സംഭവങ്ങളാണ്. ഒന്ന് ബ്ലിസ് ആണ്. പിന്നെ ഒരെണ്ണം ഏപ്രിൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ ബ്ലിസിനെ തടയുന്ന മരുന്നുകളുണ്ട്. ബ്ലിസിനെ തടയുന്ന മരുന്നുകളാണ് ബെലിമുമാബ്. ഇത് നമ്മൾ ഉപയോഗിക്കുക SLE ആണ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസ്. ദെൻ ബി സെൽസ് വഴി പ്രവർത്തിക്കുന്ന ആന്റിബോഡി മീഡിയേറ്റഡ് റിയാക്ഷൻസിലാണ് നമുക്കറിയാം. സോ ഇത് ബി സെൽസ് വഴി നമ്മൾ ഇപ്പോഴാണ് വരുന്നത്. ആദ്യകാലത്തൊക്കെ നമ്മൾ T സെൽസിനെ മാത്രം തടഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ T സെൽസിനെ തടയുന്നത് ഉള്ളതുകൊണ്ട് ഇപ്പൊ ബി സെൽസിന്റെ റിജക്ഷൻ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നു എന്ന് മാത്രമാണ് ഇപ്പൊ കൂടുതലായിട്ടുള്ളത്. സോ ബി സെൽസിനെ തടയുന്ന മരുന്നുകൾ താരതമ്യേന കുറവാണ്. സോ മരുന്നുകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇമ്മ്യൂണിറ്റിയുടെ മെക്കാനിസം ഒക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് എനിക്കറിയാം. സോ ഇമ്മ്യൂണിറ്റി നമുക്കത് പ്രത്യേകമായിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ്. സോ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക, അതായിരിക്കും ഈസി. പക്ഷേ ഇത് ആണ് മെക്കാനിസം വൈസാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് തരം അസുഖങ്ങൾ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് മൂലം ഉണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഒന്നുമല്ല. ഇനിയും ധാരാളം മരുന്നുകൾ നമുക്ക് ചേർക്കാം. ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഇമ്മ്യൂണോ സപ്രസൻസ് ചിലർ ഐഡിയ കിട്ടി കാണും. എങ്ങനെയൊക്കെയാണ് പ്രധാന മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലാക്കണം. മറക്കാതെ ഓർത്തിരിക്കേണ്ട മരുന്നുകൾ കാൽസിനൂറിൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. ദെൻ രണ്ടാമത്തെ മരുന്നുകൾ mTOR ഇൻഹിബിറ്റേഴ്സ് ആണ്. മൂന്നാമത്തെ ആന്റി പ്രൊലിഫറേറ്റീവ് മരുന്നുകളാണ്. നാലാമത്തെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. സോ ഇത് 4 നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരുന്നേ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇമ്മ്യൂണോ സപ്രസന്റ് ഡ്രഗ്സ് ആൻഡ് ദർ ക്ലാസിഫിക്കേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.